नस्ल का हिंदी सिनेमा कब आएगा? ഈ ഒരു വീഡിയോ ഞങ്ങൾ ബോംബെ വിട്ട് എടുപ്പിച്ചതാ. മറ്റേ ആ ക്വസ്റ്റ്യന് ഒരു ആൻസർ കബ്ബായേഗ. ബിക്കോസ് ഇതിപ്പോ ഞാനല്ലല്ലോ പറഞ്ഞ, പബ്ലിക്കിന് ഓൾറെഡി അറിയാം. ധ്യാൻ ശ്രീനിവാസനെ എപ്പോഴെങ്കിലും ഒക്കെ ആയേഗ. എന്ത് പറ്റി, ധ്യാനാണോ പറഞ്ഞത്? ഇത് ആരാ ലീക്ക് ചെയ്തത്? ധ്യാൻ. കണ്ട, ഞാൻ നിന്റെ സീക്രറ്റ്സ് ഒന്നും ലീക്ക് ചെയ്യാറില്ലല്ലോ. അവനുമായിട്ട് നീ വാറിനൊന്നും പോവല്ലേ? ഞാൻ എന്ത് ഓർമ്മ, ഞാൻ നിന്റെ അടുത്ത് കഴിക്കുന്നു. അല്ല, ധ്യാനും നസ്രിയും എങ്ങനെയാ ഒരുമിച്ചിരിക്കുമ്പോ? നമ്മൾ ഒരുമിച്ചിരുന്നിട്ടേ ഇല്ലല്ലോ. ഇരിക്കണം കേട്ടോ. നമസ്കാരം, വെൽക്കം ടു ദ കെന്ന ഷോ. സോ ബേസിലായിട്ട് സുഖാണോ? സുഖല്ലേ? സുഖമായിട്ട് ഇരിക്കുന്നു. നമ്മൾ ഇതിന് മുന്നേയും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ഏറ്റവും എന്താ പറയാ, ഇപ്പം മലയാളത്തിൽ ഒരുപാട് നടന്മാരെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇല്ല, പേടിക്കണ്ട, അങ്ങോട്ടേക്കല്ല. പക്ഷെ ഒരു മലയാളം ആക്ട്രസിൽ എന്റെ ഫേവറേറ്റ് എവിടെ ചോദിച്ചാലും ഞാൻ പറയുന്നത് നസ്രിയ ചേച്ചിയാണ്. ബേസിൽ പാവം പ്രതീക്ഷിച്ചിരിക്കും. പുതിയതുള്ളതുകൊണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും ചെറുതായി വരുമോ ബേസിലേക്ക്? ഇങ്ങനെ ചെറുതായി പോവല്ലേ? ഏത് പടത്തിന്റെ മേക്ക് കവർ ചെയ്ത്? മരണമാസ്. മുടി മരണമാസിന്റെ അല്ല, അത് വേറെ റിയൽ ലൈഫ് മാസ്. അടുത്തിരിക്കുന്ന ആളുടെ ഹിഡൻ ടാലന്റ്. നിന്റെ ഹിഡൻ ടാലന്റ്. അടുത്തിരിക്കുന്ന ആളുടെ ഹിഡൻ ടാലന്റ് അത് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. നല്ല ബുദ്ധി. അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കുറച്ച് നാള് ഫിലിമിൽ സജീവ അല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ലവ് ഉണ്ടല്ലോ കുറച്ച് കുറയുമല്ലോ. ഇവ മാസം മാസം പടം ചെയ്യുന്ന ലവ് കുറയുമെന്ന്. ഓൾറെഡി അടിച്ച 4 വർഷം കൂടുമ്പോ പറയുന്നതാണ് ഒളിമ്പിക് സ്റ്റാർ. എല്ലാ 4 വർഷം കൂടുമ്പോ വരും. എനിക്ക് അങ്ങനെ വന്നാ മതി. അങ്ങനെ വന്നാലും ഒരു മാറ്റം ഇല്ലല്ലോ. നസ്രിയ ചേച്ചി എവിടെ ഉണ്ടെങ്കിലും നസ്രിയ ശരി, എല്ലാ പടത്തിലും ഒരേപോലെയാ. ഗെയിമിലേക്ക് കൊണ്ടുപോവാണ്. ഇത് ചോദിക്കുമ്പോൾ ബേസിലായിട്ട് നസ്രിയ ചേച്ചിയായിട്ട് ആൻസർ പറയണം. യു ആർ നസ്രിയ ആൻഡ് നസ്രിയ ചേച്ചി ബേസിലാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഫസ്റ്റ് ബേസിലായിട്ടാണ്. അപ്പൊ നസ്രിയാണ് കേട്ടോ പുള്ളി കയറിയിരിക്കുന്നത്. ആരാ? നസ്രിയ. ഓക്കെ. ഒരു നടിയായിട്ടാണോ അതോ ഒരു പ്രൊഡ്യൂസർ ആയിട്ടാണോ കൂടുതൽ കംഫർട്ടബിൾ? ഇവനല്ലേ പറയണ്ടേ? പ്രൊഡ്യൂസർ. അതെന്തുകൊണ്ട്? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. ബേസിലെ കണ്ടപ്പോഴേ കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച്, സ്ലിം ആയി, ഫുൾ ഡ്രസ്സിംഗ് സ്റ്റൈലും ഒരു വേറെ സ്വാഗിലേക്കായി. ഡയറ്റ് ആണ്, ഒരു മാറ്റം. ഇതിന്റെ ഒരു റീസൺ അല്ല, ഞാൻ അടുത്തത് എനിക്ക് ഋതിക് റോഷനൊക്കെ ആയിട്ടൊരു കോമ്പറ്റീഷനാണ്. ഇനി മൂവീസ് ഒക്കെ ഡയറക്ഷനിലേക്കൊക്കെ ഇനി വരാൻ നേരത്ത് സ്വന്തം മൂവിയിൽ നസ്രിയ ചേച്ചിനെ നായികയാക്കോ? ഇല്ല, ആക്ച്വലി ഞാൻ ഒരു സിനിമ അങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു, ഡയറക്ട് ചെയ്യുന്ന സിനിമ. പിന്നെ അവൻ തന്നെ ക്യാൻസൽ ചെയ്തു. വേണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ല ആരെങ്കിലും കിട്ടിയിട്ട് ചെയ്യാം എന്നുള്ള മൂടി. ബേസ്ലൈറ്റിനെ പറ്റി ഇപ്പൊ എല്ലാരും പറയും തൊട്ടതെല്ലാം പൊന്നാക്കുന്ന വ്യക്തിയാണ്. എന്ന് വെച്ചാൽ അമ്മച്ചിമാരുടെ ആയാലും പൊന്ന്.
ഈ കോമഡി ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റിയാക്ഷൻസ് ആണ് ഇമ്പോർട്ടന്റ്. ഇത്രയും സിനിമ ചെയ്തതെന്ന് എന്താ മനസ്സിലായിട്ടില്ല? അതോ കൗണ്ടർ അടിക്കുക എന്നുള്ളതാണ് എന്താ ശരിക്കും കോമഡിയിൽ ഇമ്പോർട്ടന്റ്? ആള് ചിരിക്കുക എന്നുള്ളതല്ലേ? ഓക്കെ, അപ്പൊ now let's talk about സൂക്ഷ്മദർശിനി. ഈ ഒരു ടൈറ്റിലിന് തന്നെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു സിനിമയായിട്ട് ഭയങ്കരമായിട്ട്. സിധു ചേട്ടാ, അത് എല്ലാ പടത്തിന്റെ ടൈറ്റിലും ആ പടവുമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ടാവുമല്ലോ. Who would be that one friend from the industry you would call at 2 AM? ഇപ്പൊ ഇവനാ മരണമാസം ഷൂട്ട് ചെയ്തോ നൈറ്റോ നൈറ്റ് ആണല്ലേ? ഉണർന്നിരിപ്പുണ്ടായിരിക്കുന്നു. ഹലോ ഗുഡ് മോർണിംഗ്. നൈറ്റ് ഷൂട്ട്സ് ഓൺലി കഴിഞ്ഞ 2 മാസം. ആണല്ലേ? അപ്പൊ now you are a Batman. So I'll only അപ്പൊ he's like അങ്ങനെ കാണാമോ? killing it, huh? I see what you did there. അപ്പൊ ഇവള് ജോക്കർ. ആക്ട് ചെയ്ത മൂവീസിൽ നിന്ന് ഒരു സീക്വൽ ചെയ്യാൻ ചാൻസ് കിട്ടിയ ഏത് മൂവി ആയിരിക്കും ചൂസ് ചെയ്യാം? നല്ല രസമായിരിക്കും രാജാറാണി എന്നൊക്കെ പറഞ്ഞ മരിച്ചാള് എഴുന്നേറ്റ് ഞാൻ മരിച്ചിട്ടില്ല. നല്ല നല്ല സ്കൂപ്പായിരിക്കും കേട്ടോ. എനിക്ക് ആക്ച്വലി സൂക്ഷ്മദർശിനി വേണമെങ്കിൽ വരണം. ആദ്യം ഞങ്ങൾ കാണട്ടെ എന്ന് ഞങ്ങൾ പറയാം. ലൈഫിൽ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല ഒരു അഡ്വൈസ്? ലൈഫിൽ നിന്ന് അല്ലെങ്കിലും സിനിമയിലോ എവിടെ നിന്നും കിട്ടിയ അഡ്വൈസ്? ഐ തിങ്ക് സിനിമയിൽ നിൽക്കുമ്പം ഏറ്റവും കൂടുതൽ എന്നെ ക്ലോസ് അഭിനയിക്കരുത്. ഈ ഓഡീഷൻസ് വഴി സിനിമയിലെത്ത എളുപ്പം തന്നെ അതോ ഓഡിഷൻസ് നമ്മൾ ചെയ്താൽ പോലെ നമ്മൾ സെലക്ട് ചെയ്യണവര് നമ്മുടെ ബെസ്റ്റ് ട്രൈ ചെയ്യുന്നു. അതെനിക്ക് മനസ്സിലായി. വെറുതെ ചെയ്താൽ പോലെ അത് സെലക്ട് ചെയ്യണം. ഈ അടികപ്പേരെ കൂട്ടം വേണ്ടിട്ട് 2ാം ഭാഗം വരുമല്ലോ. അപ്പൊ ശരീരം ഇത്ര വലിയ മാറ്റം വരുത്തണ്ടേ പണ്ടത്തെ കഥാപാത്രം? അതുകൊണ്ടാണല്ലോ ചെയ്യാതിരിക്കുന്നത്. കൊണ്ട് എത്ര സിനിമ ചെയ്യാൻ അഭിനയിക്കാൻ പറ്റും? റവന്യൂ ആയിട്ട് ഉദാഹരണത്തിന് ഇപ്പൊ നാളെ മോളൊരു സിനിമ ഡയറക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എഴുതാനോ പോവുകയാണെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന അത്രേ ഉള്ളൂ. ഇതിനേക്കാളും പണിയെടുക്കേണ്ടി പണിയെടുക്കണം. ഇപ്പൊ നമ്മള് വിചാരിക്കും ആ പണിയെടുക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ് എന്ന് വിചാരിക്കും. അതാണ് ശരി. സെറ്റാക്ക് 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 പവർ